മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്ന പടത്തിന്റെ പുറകിലെ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. എന്താണ്? കേക്ക്. സംവാദം. ഒരു സംവാദം സംഘടിപ്പിച്ചു. എന്താണ്? മുന്നണി രാഷ്ട്രീയവും മതരാഷ്ട്രവാദവും. അവിടെ പോയി ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറഞ്ഞു. പണ്ട് ഞാൻ CPM-ന്റെ വേദിയിലും CPI-യുടെ വേദിയിലും ഇവരുടെ എല്ലാവരുടെ വേദിയിലും എല്ലാവരും പോകുമായിരുന്നു. പണ്ട് സംവാദത്തിനും സെമിനാറിനും എല്ലാം എല്ലാവരും പോകും. അതിൻ്റെ പുറകിൽ അവിടെ പോയി ഞാൻ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറഞ്ഞത്, ഞാൻ RSS-നെ പുകഴ്ത്തിയതാണെങ്ങനെ ഞാൻ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പം KV തോമസ് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ കണ്ണൂർ സമ്മേളനത്തിലേക്ക് KV തോമസ് മാഷെ ഇവർ വിളിച്ചില്ലേ? കോൺഗ്രസ് ആയിരിക്കുമ്പോൾ അവിടെ സമ്മേളനത്തിൽ പണ്ട് പോവും. പറവൂർ EMS സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പരിപാടിയിൽ CPM പണ്ട് വിളിക്കുമായിരുന്നു. ഇപ്പം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ല. പണ്ട് എല്ലാവരുടെയും വേദിയിൽ സെമിനാറും സംവാദങ്ങൾ നടക്കുമ്പോൾ പോവും. എന്താണ് മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും എന്നുള്ളൊരു വിഷയത്തിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്ത എന്താ കുഴപ്പം? സംവാദമല്ലേ? അവിടെ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പിണറായി വിജയൻ ചെയ്തതുപോലെ RSS-ന്റെ പിന്തുണയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ആളല്ല. അവരൊപ്പം നിന്ന് മത്സരിച്ച ആളാണ് പിണറായി വിജയൻ. പിന്നെ ഈ മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറിയിൽ 1-ാം നമ്പർ കാർ മാറി വന്ന് ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ RSS-മായി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്ന് നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ തല കുനിച്ചിരുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനസ്സിലായി? തല കുനിച്ചിരുന്നു. മറുപടി പറയാനില്ലാതെ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ തൃശ്ശൂരിൽ P. പരമേശ്വരൻ്റെ ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു. അതേ പുസ്തകം തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തത് VS അച്യുതാനന്ദനാണ്. എന്നെ MP വീരേന്ദ്രകുമാർ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്, ആ പരിപാടിക്ക് പോയത്. VS അച്യുതാനന്ദൻ പ്രകാശനം ചെയ്ത ഒരു പുസ്തകം, തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്ത പുസ്തകം VD സതീശന് തൃശ്ശൂരിൽ ചെയ്യാൻ പാടില്ലേ? മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. പിണറായി എനിക്കത് പറഞ്ഞാൽ നന്നായി. ഇത് പറഞ്ഞപ്പോൾ ഒരു 12 കാര്യം പഴയത് എനിക്ക് പറയാൻ പറ്റി, ഓർമ്മിപ്പിക്കാൻ. അത് അവിടെ ചെന്ന് നിങ്ങൾ അന്വേഷിച്ച അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അറിയാം. ഈ RV ബാബു എന്നുള്ളത് കോൺഗ്രസ് വിരോധിയാണ്. RV ബാബു ഭയങ്കര കോൺഗ്രസ് വിരോധിയാണ്. കാരണം ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിട്ട് പറവൂരും താമസിക്കുകയാണ്. മനസ്സിലായി? അത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഞാൻ പറയാം, ഞാൻ മനോരമ ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂ പോലീസ് ആവശ്യപ്പെട്ടിട്ട് മെറ്റ അതിൽ നിന്ന് നീക്കി, ഫേസ്ബുക്കിൽ നിന്ന് നീക്കി. ആ ഇൻ്റർവ്യൂവിനെ പോലെ ഇവർ ഭയപ്പെടുവാണ്. എന്തിനാ ഇത്ര ഭയപ്പെടുന്നു? ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തതിന് എത്ര രാഷ്ട്രീയ നേതാക്കൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസ് ആവശ്യപ്പെട്ടിട്ടാണ് മനോരമയിൽ ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ മാറ്റിയത്. പോലീസിന് എന്ത് അവകാശമാണുള്ളത്? എൻ്റെ ഇൻ്റർവ്യൂ നീക്കം ചെയ്യാൻ ഞാൻ എന്താണ് ആ ഇൻ്റർവ്യൂവിൽ മോശമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. രാഷ്ട്രീയമല്ലേ പറഞ്ഞത്? രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയാണ്. അപ്പോൾ ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. ഭയം. എല്ലാ ഏകാധിപതികളെയും ഭരിക്കുന്നത് ഭയമാണ്. ഹിറ്റ്ലറിനും ഭയമായിരുന്നു, സ്റ്റാലിനും ഭയമായിരുന്നു, പിണറായി വിജയനും ഭയമാണ്. ഒരു ഇൻ്റർവ്യൂവിനെ പോലും ഭയക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ആ ഇൻ്റർവ്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി സ്വന്തം പോലീസിനെ കൊണ്ട് മെറ്റയ്ക്ക് ശുപാർശ ചെയ്യിപ്പിച്ച ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിപ്പോ വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുളുവാണ്. കേരളത്തിലെ പോലീസ് ഇത് റിമൂവ് ചെയ്യണമെന്ന് മെറ്റയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താ കമന്റിൽ എന്താ കുഴപ്പം? അല്ലല്ല, ശുപാർശ ചെയ്തത് കേരള പോലീസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുമല്ല, കേരള പോലീസ് ശുപാർശ ചെയ്തു. നരേന്ദ്രമോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത്? അത് തന്നെ സ്വഭാവം. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആ ശ്രേണിയിൽ അവസാനത്തെ ആളാണ് കേരള മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്റർവ്യൂ പോലും അസഹിഷ്ണുതയും ഭയവുമാണ് പ്രധാനം. ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. പണ്ട് ബർട്ടോൾ ബ്രെഖ്ത് ചോദിച്ചിട്ടുണ്ട്, വലിയ കവിയാണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാടുകടത്തി. അപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻകാരനെ കണ്ടപ്പോൾ ചോദിച്ചു, ബ്രെഖ്ത് എന്ന് പറയുന്ന വലിയ കവി, അത് കവിതയാണത്, നമ്മുടെ നാട് ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏകാധിപതികൾക്കെല്ലാം ഭയമാണ്. അതിൽ കൂട്ടത്തിൽ ഭയമുള്ള ഒരാളാണ് ഭീരുവായ മുഖ്യമന്ത്രി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.